എസ് ബി ഐയുടെ അടുത്ത ടാസ്ക് വന്നിരിക്കുകയാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു ഡെമോ ആണ്. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്താൽ ടുഡേ ടാസ്കിൽ പോയാൽ ഈ ഒരു ഓപ്ഷൻ വരും. ഇതിൽ സ്റ്റെപ്പ് 1 പറയുന്നത് ഓപ്പൺ ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ്പ്, അതായത് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് പോകണം. അതിനുശേഷം സ്റ്റെപ്പ് 2 പറയുന്നത് സെർച്ച് ഏൺ കറോ ആപ്പ്. അവിടെ ഒരു ആപ്പ് ഉണ്ട്, ഏൺ കറോ എന്ന് ഒരു ആപ്പ് ഉണ്ട്, അത് സെർച്ച് ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ഇൻസ്റ്റാൾ ആൻഡ് സൈൻ അപ്പ് വിത്ത് യുവർ കറൻറ്റ് മൊബൈൽ നമ്പർ. ആ ആപ്പ് ഇവിടെ ഏൺ കറോ എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ മടിക്കേണ്ടതില്ല, കാരണം 7 ദിവസത്തിന് ശേഷം ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സൈൻ അപ്പ് ചെയ്യണം എന്നാണ് 3 സ്റ്റെപ്പിൽ പറയുന്നത്. ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നോക്കാം. ആദ്യം പറയുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക നമ്മുടെ. അതിനുശേഷം ഏൺ കറോ, രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നത് ഏൺ കറോ, ഇങ്ങനെ ടൈപ്പ് ചെയ്യുക, ARNKARO. അതിനുശേഷം സെർച്ച് കൊടുത്ത് ഓപ്പൺ ചെയ്യുക. ഇതാണ് ആപ്പ്. EK എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ആവുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നുണ്ട്, ഇവിടുന്ന് ഓപ്പൺ ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് പോവുക. ഇവിടെ വന്നിട്ടുണ്ട് EK എന്ന്, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത് ലോഗിൻ ഓർ സൈൻ അപ്പ്, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യാം. എനിക്കിവിടെ ഡയറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, ചിലർക്ക് ഡയറക്റ്റായിട്ട് കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കിവിടെ ഡയറക്റ്റായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യുന്നില്ല. അതിന് പകരം ഞാൻ മൊബൈൽ നമ്പർ വേറെ ഇവിടെ കൊടുക്കുകയാണ്. യൂസ് അനദർ മൊബൈൽ നമ്പർ എന്ന് കാണിക്കുന്നുണ്ട്, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ കാണിക്കും ലോഗിൻ ഓർ സൈൻ അപ്പ്. നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കണം. ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. OTP വരുന്ന മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. ഒരു 6 ഡിജിറ്റ് OTP വരും, അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ തന്നെ വന്നിട്ടുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഒരു ഇമെയിൽ ID കൊടുക്കണം. ഇമെയിൽ ID ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റ് എ പാസ്വേഡ് എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു പുതിയ പാസ്വേഡ് വേണം സെറ്റ് ചെയ്യാൻ. നിലവിൽ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ പാസ്വേഡ് ഉണ്ടോ അതൊന്നും കൊടുക്കരുത്. പുതിയ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് മറന്നു പോകരുത്. കൊടുത്ത ഉടനെ തന്നെ അത് എവിടെയെങ്കിലും എഴുതി വെക്കണം. 1 2 3 4 എന്നൊന്നും വിടരുത്. ഒരു അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എൻ്റർ ഫുൾ നെയിം എന്ന് കാണിക്കുന്നുണ്ട്, അവിടെ പേര് കൊടുക്കുക. ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് ഏൺ എന്ന് കൊടുത്തിട്ടുണ്ട്, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ SBIയിലേക്ക് പോകാം. ഇവിടെ 4ാമത്തെ സ്റ്റെപ്പിൽ പറയുകയാണ്. 3 സ്റ്റെപ്പ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു ആപ്പ്. ഇപ്പോൾ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് വരാം. ഇവിടെ എന്താണ് പറയുന്നത്? ആഫ്റ്റർ കംപ്ലീറ്റ് സൈൻ അപ്പ് പ്രോസസ് ക്ലിക്ക് പ്രൊഫൈൽ മെനു ആൻഡ് സെലക്ട് റെഫർ ആൻഡ് ഏൺ. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിലുള്ള പ്രൊഫൈൽ മെനു ക്ലിക്ക് ചെയ്യുക. അതിലൊരു ഓപ്ഷനുണ്ട് റെഫർ ആൻഡ് ഏൺ എന്നൊരു ഓപ്ഷനുണ്ട്, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ആപ്പിലേക്ക് പോകാം. മിനിമൈസ് ചെയ്യുകയാണ്. ഇവിടെ പ്രൊഫൈൽ എന്ന് കാണിക്കുന്നുണ്ട്, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ഓപ്പണായി. ഇപ്പോൾ ഇവിടെ ഒരല്പം മുകളിലോട്ട് സ്ക്രോൾ ചെയ്താൽ റെഫർ ആൻഡ് ഏൺ എന്ന ഓപ്ഷൻ ഉണ്ട്, അതിന് മുകളിൽ വേണം ക്ലിക്ക് ചെയ്യാൻ. ഇവിടെ ഉണ്ട് റെഫർ ആൻഡ് ഏൺ, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഒരല്പം മുകളിലോട്ട് ക്ലിക്ക് ചെയ്യുക.
യുവർ റെഫറൽ ലിങ്ക് എന്ന് കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ റെഫറൽ ലിങ്ക്. ഓക്കെ, ഇതിന് മേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടാൽ അത് കോപ്പി ആയിക്കൊള്ളും. ഒരിക്കൽ ക്ലിക്ക് ചെയ്യുകയാണ്, കോപ്പിയുടെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ SBIയുടെ വെബ്സൈറ്റിലേക്ക് പോകാം. 5 സ്റ്റെപ്പ് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഈ സ്റ്റെപ്പാണ് ഇപ്പോൾ ചെയ്തത്. ഇനി 6ാമത്തെ സ്റ്റെപ്പിൽ നോക്കാം. ഇവിടെ എന്താണ് പറയുന്നത്, ദെൻ സബ്മിറ്റ് ബിലോ ടാസ്ക് ഫോം വിത്ത് യുവർ കോപ്പീഡ് ലിങ്ക് എന്ന് പറയുന്നുണ്ട്. നമ്മൾ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യണം. അതിലിടയ്ക്ക് വേറെയും 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്, മറക്കരുത്. ഇവിടെ പേര് ഇവിടെ നമ്മൾ കാണിക്കും, അതിന് താഴെ പ്രൊഫൈൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ടൈറ്റിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ എന്ന് കൊടുത്തെടുക്കാം. ഞങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ എന്ന് വേണം ടൈപ്പ് ചെയ്യാൻ. പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഇങ്ങനെ വേണം ടൈപ്പ് ചെയ്യാൻ. ഓക്കെ, അതിനുശേഷം ചൂസ് ടൈപ്പ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇതിൽ വെബ്സൈറ്റ് ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. ഓക്കെ, അതും ക്ലിക്കായി. അതിനുശേഷം URL നമ്മൾ കോപ്പി ചെയ്ത് വെച്ചതിന് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ബോക്സ് ലോങ് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അപ്പോൾ പേസ്റ്റ് എന്ന ഓപ്ഷൻ വന്നു. പേസ്റ്റ് എന്ന ഓപ്ഷന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ പേസ്റ്റ് ആവും. ഓക്കെ, ഇത്ര കാര്യം ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇത്രയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. താങ്ക് യു.